അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് നാം എല്ലാവരും അറിയണം. പ്രവാചകൻ നമസ്കാരം കൺകുളിർമയായിരുന്നു. മദീനയിൽ വന്ന രാത്രി മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി നമസ്കാരം ആരംഭിക്കുകയുണ്ടായി. യാ അയ്യുഹൽ മുസമ്മിൽ, പുതച്ചു മൂടി കിടക്കുന്നവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, കുറച്ചൊഴികെയുള്ള സമയത്ത് നീ നിന്ന് നമസ്കരിക്കണം എന്ന ആ കൽപ്പന, നിസ്ഫുഹു അവിൻകുസ് മിൻഹു ഖലീല, പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചോ, ഔ സിദ് അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയോ നമസ്കരിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി സമയത്ത് ധാരാളമായി കൊണ്ട് നിന്ന് നമസ്കരിക്കുക പതിവാക്കിയിരുന്നു. ഒരിക്കൽ പ്രവാചകൻ നിന്ന് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ കാലിൽ നീർ കെട്ടിയ ഒരു സമയമുണ്ടായി. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹാബികൾ ചോദിച്ചു, എന്തിന് റസൂലേ, നിങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തന്നിട്ടും നിങ്ങൾ എന്തിന് ഇത്രമാത്രം നിന്ന് നമസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള ഒരു മനുഷ്യനായി തീരേണ്ടേ എന്നായിരുന്നു പ്രവാചകൻ തിരിച്ചു ചോദിച്ചത്. അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്തായിരുന്നു നിന്ന് നമസ്കരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം തന്നെ നിന്ന് നമസ്കരിച്ചിരുന്ന ഒരു സഹാബി, ആ സഹാബി ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പ്രവാചകൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കാൻ ആരംഭിച്ചു. സൂറത്തുൽ ബഖറ ആരംഭിച്ചു. 100 ആയത്തെത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു റുക്കുവിലേക്ക് പോകും. ഇല്ല, റുക്കുവിൽ പോയില്ല. ആ ബഖറ പൂർണ്ണമായപ്പോൾ അദ്ദേഹം വിചാരിച്ചു റുക്കുവിലേക്ക് പോയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമ്രാൻ ഓതാൻ ആരംഭിച്ചു. ആലിമ്രാൻ ഓതി തീർത്തു. അതായിരുന്നു പ്രവാചകൻ്റെ നമസ്കാരത്തിൻ്റെ ദൈർഘ്യവും ഭംഗിയും നാം മനസ്സിലാക്കേണ്ടതാകുന്നു. ഹൃദയസ്പർശിയായ ഖുർആൻ പാരായണത്തിലൂടെ ആവർത്തിച്ചുകൊണ്ട് ഇസ്തിആദത്ത് നടത്തേണ്ടുന്ന സമയത്ത് ഇസ്തിആദത്ത് നടത്തുകയും, സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ അത് ചോദിക്കുകയും, സുജൂദ് ചെയ്യേണ്ടുന്ന സമയത്ത് സുജൂദ് ചെയ്യുകയും ചെയ്തുകൊണ്ട് റബ്ബുമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള മുനാജാത്തായിരുന്നു പ്രവാചകൻ. ഇശാ നമസ്കരിച്ച ഉടനെ ഉറങ്ങും. രാത്രിയുടെ മധ്യയാമത്തിൽ അദ്ദേഹം ഉണരും, എന്നിട്ട് നമസ്കരിക്കും. അതായിരുന്നു പ്രവാചകൻ്റെ ആ ചര്യയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ ആ നിർവഹിച്ച നമസ്കാരം അതേപോലെ നിർവഹിച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളായി തീരുന്നതിനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കൺകുളിർമയുള്ള നമസ്കാരത്തിൻ്റെ ആളുകളാക്കി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.